ഹലോ. നമ്മളിങ്ങനെ ഈ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും അങ്ങനെ പലതിലുമൊക്കെ ആയിട്ട്. തുറന്ന് കഴിഞ്ഞാൽ കള്ള്, പിന്നെ കഞ്ചാവ്, ഇങ്ങനത്തെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടൽ, മയക്കുമരുന്ന്, MDM, ഇങ്ങനത്തെ കുറേ കഥകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേരിൽ കൊല്ലുന്നു, വെട്ടുന്നു, എന്തൊക്കെ ദണ്ഡങ്ങളല്ലേ ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഇതിനെതിരെ ഈ മലയാളികൾ അത്യാവശ്യം കുറച്ച് ബുദ്ധിയും ഹൈ സ്റ്റാൻഡേർഡും ഒക്കെ ഉള്ള ടീമായതുകൊണ്ട് ഇവർ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഫോണിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുക പോലീസുകാർക്ക് എന്നുള്ള വിധത്തിൽ. എങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിൽ അങ്ങനത്തെ നമ്പർ വല്ലതുണ്ടോ? വട്ടപ്പൂജ്യം നമ്പർ, ഏതെങ്കിലും നമ്പർ എത്രയും പെട്ടെന്ന് വേണം. നമ്മുടെ ദ്വീപിലും ഇത്തരം ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷേ കൊലപാതകം പോലത്തെ സംഭവം നടന്നിട്ടില്ല. കുറച്ചും കാക്കട്ടെ. മലയാളികൾക്ക് നമ്പറുണ്ട്, ദ്വീപുകാർക്ക് നമ്പറില്ല. നമ്പർ വേണം ഞങ്ങൾക്ക്. ലക്ഷദ്വീപുകാർക്ക് നമ്പർ വേണം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സീരിയസ് ആയിട്ട് എടുക്കണം. അതേ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ മയക്കുമരുന്നിനെക്കുറിച്ച്, കഞ്ചാവിനെക്കുറിച്ച്, MDMA-നെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഇപ്പോഴേ തന്നെ അവരെ ആ ഒരു ടീം, അത് വിൽക്കുന്ന ആളുകൾ നിങ്ങളെ നശിപ്പിക്കുന്നവരാണ്, നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വരുന്നവരാണെന്നുള്ള വിധത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞ് അവരെ അങ്ങനെ ആക്കിയെടുക്കുക, ബ്രെയിൻ വാഷ് എടുക്കുക. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ കുട്ടി പഠിച്ചവൻ കാക്കട്ടെ, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സ്വഭാവമുണ്ടെങ്കിൽ, അപ്പോൾ ഏതായാലും നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും പറഞ്ഞു തരിക, നമ്മളോട് പറയുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇൻഷാ അള്ളാ നമ്മുടെ ഈ നാട്ടിലെവിടെയെങ്കിലും, നമ്മുടെ ദ്വീപിലെവിടെയെങ്കിലും തന്നെ ഈ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്, നിങ്ങളതിനെ അഡിക്ഷൻ സെല്ലിലേക്ക് കൊണ്ടുപോവുക. ആയിഷ സുൽത്താൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവിടെ ഒരുപാട് മയക്കുമരുന്നും കഞ്ചാവും അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വേണ്ട ഒരു അഡിക്ഷൻ സെൻറ്റർ വേണം ഇവിടെ എന്ന് ആയിഷ സുൽത്താനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണം. അങ്ങനെ പിന്നെ നമുക്ക് കാണുന്ന നേരെ വിപരീതമാണ്. കള്ളിൻ്റെ ബാറും മറ്റൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത്. തടുക്കണം. ഗുജറാത്തിൽ അത് പാടില്ലാത്ത ലൊക്കാലിറ്റികളുണ്ട്. അതേപോലെ ലക്ഷദ്വീപിൽ അത് പാടില്ല, നമുക്ക് താല്പര്യമില്ല. ഇത്രയും കാലം ടൂറിസ്റ്റ് നടന്നു, ഇത്രയും കാലം ടൂറിസ്റ്റ് നടന്നു പോയിരുന്നു, ആൾക്കഹോൾ ഉണ്ടായിരുന്നില്ല. ബംഗാളത്തിൽ മാത്രമാണ് ആൾക്കഹോൾ ഉണ്ടായത്, ബാക്കിയുള്ളടത്തൊന്നും ആൾക്കഹോൾ ഉണ്ടായില്ല. അത് ആർക്കും വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കണ്ടതിലൊക്കെ തന്നെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇത് അറിയിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യൻ്റെ ബ്രെയിനിലേക്ക് ഇത് എപ്പോഴും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം, ജനങ്ങളുടെ. അങ്ങനെ ഓക്കെ. ഇനി എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് നമുക്കൊന്ന് വായിക്കാം. നമുക്ക് പരസ്പരം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. കാര്യങ്ങൾ ശരിയായിട്ട് വരും.